അവിടെ ഇപ്പൊ ബസൂക്ക പടം കണ്ടിറങ്ങിയിരിക്കുകയാണ്. പടം ഒരു രക്ഷയില്ല, അടിപൊളി സ്റ്റൈല്, BGM. ഓഫ്, അടിപൊളി സ്റ്റൈലും BGM പൊളിച്ചടുക്കി. പിന്നെ സ്റ്റോറി ഒരു ഗെയിം ഇതിലാണ്, വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ട് അങ്ങോട്ട് പോകരുത്. പക്ഷേ ഓൾമോസ്റ്റ് ഗെയിം ത്രില്ലർ ആ ഒരു മൂവിയാണ് ഇത്. മറ്റേ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അതൊന്നുമല്ല സംഭവം. ഇതൊരു റോബറി, അതിൽ വരുന്ന ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും. പക്ഷേ ട്വിസ്റ്റ്, അടിപൊളി ട്വിസ്റ്റാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും ഇതിൽ വില്ലൻ, അത് ഗ്യാരണ്ടി. പിന്നെ ഫസ്റ്റത്തെ നമ്മുടെ ഇവൻ്റെ ബാസിലൊരു പാട്ടുണ്ട്, അതും കൊള്ളാം, അത് ബോറടിപ്പിക്കുന്നില്ല, അടിപൊളി പാട്ടാണ്. പിന്നെന്താ പറയുക, പിന്നെ ലൊക്കേഷൻസ്, പിന്നെ നമ്മുടെ ഡയറക്ഷൻ ഡിനോ ഡേവിസ്. ഓഫ്, പൊളിച്ചു മോൻ. അവൻ്റെ ഒരു പുതിയൊരു ഡയറക്ഷനാണെന്ന് പറയില്ല, അമ്മാതിരി പൊളിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് അക്കീം ഷാ. അവൻ്റെ ആക്ടിങ് അതും സൂപ്പർ, അതും പൊളിച്ച്. അവനും പിന്നെ 2-3 പടങ്ങളൊക്കെ മുന്നേയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവനിക്ക് നല്ലൊരു ക്യാരക്ടർ ഇതിൽ കൊടുത്ത് സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ ഉണ്ട്, അടിപൊളി സൂപ്പർ. പിന്നെ മമ്മൂക്കയുടെ ആക്ടിങ് അത് പറയേണ്ടതില്ലല്ലോ, അറിയാലോ. ഞാനൊരു ലാലേട്ടൻ ഫാനാണ്, ടു ബി ഓണസ്റ്റ്. പക്ഷേ പടം ഞാനൊന്നും പ്രതീക്ഷിക്കാണ്ടാണ് ഫസ്റ്റ് പടം പോയി കണ്ടത് സത്യത്തിൽ. കാരണം ഫേസ്ബുക്കിൽ ഇതിലൊക്കെ നെഗറ്റീവ് കമൻറ്റും ഉണ്ട്, പോസിറ്റീവ് കമൻറ്റും ഉണ്ട്. പക്ഷേ ഞാൻ വലിയ പ്രതീക്ഷ കൊടുത്തില്ല, എന്നിട്ടാണ് പോയി കണ്ടത്. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സംതൃപ്തിയായി സത്യത്തിൽ. ആ സ്റ്റൈല്, ഒരു ട്വിസ്റ്റ്, പിന്നെ ഒരു ബോറടിപ്പിക്കുന്ന ഒരു സീനും ഇല്ല. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എൻഡ് വരെ നല്ല അടിപൊളി പടം. മമ്മൂക്ക തൂക്കി എന്ന് പറയാം.